ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനം. 1955 മെയ് മാസം 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ സെയിൻറ്റ് ജോസഫിനെ തൊഴിലാളികളുടെ ആഗോള മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. തൊഴിലിൻ്റെ മാഹാത്മ്യമെന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ് സെൻറ്റ് ജോസഫ്. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവകുമാരൻ്റെ വളർത്തുപിതാവായിരുന്നു സെയിൻറ്റ് ജോസഫ്. അധ്വാനത്തിലൂടെയാണ്, നെറ്റിയിലെ വിയർപ്പിലൂടെയാണ് ദൈവകുമാരനെയും അമ്മയായ മറിയത്തെയും പോറ്റി വളർത്തിയത്. സെൻറ്റ് ജോസഫിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: സ്വന്തം തൊഴിൽ, സ്വന്തം അധ്വാനം അത് സ്നേഹത്തോടെ ചെയ്തു, സന്തോഷത്തോടെ ചെയ്തു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചെയ്തു. മരപ്പണിക്കാരൻ്റെ തൊഴിലായിരുന്നു. അത് വളരെ അഭിമാനത്തോടെയാണ് ഏറ്റെടുത്ത് നിർവഹിച്ചത്. മകനെ മരപ്പണി അഭ്യസിപ്പിച്ചു. ആണിയും ചുറ്റികയും അതിൻ്റെ ഉപയോഗവുമൊക്കെ വളരെ ചെറുപ്പത്തിലെ മകനെ അഭ്യസിപ്പിച്ചു. ഈ മകൻ 33-ാം വയസ്സിൽ മരിക്കുമ്പോഴും ഈ ആണിയും ചുറ്റികയും ഒക്കെ ഉണ്ടായിരുന്നു. 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോഴും ആണികൾ ഊരിയെടുത്ത് ശരീരം താഴെ ഇറക്കുമ്പോഴും അതിന് സാക്ഷ്യം വഹിക്കാൻ സെൻറ്റ് ജോസഫ് ഭൂമിയിലുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സ്വർഗത്തിലിരുന്ന് ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും, എല്ലാം ദർശിച്ചിട്ടുണ്ടാവും. ജോസഫ് നീതിമാനായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അർഹിക്കുന്നതല്ല, അതിനപ്പുറവും അർഹിക്കാത്തതും നൽകി നീതിമാനായവൻ ജോസഫ്.